ഒടുവിൽ ആ രഹസ്യം ഇന്ത്യ തുറന്നു പറയുകയാണ്. രഹസ്യങ്ങൾ പലപ്പോഴും കൃത്യമായി ഇന്ത്യ അങ്ങനെ വെളിപ്പെടുത്താറില്ല. പക്ഷെ ഇപ്പോൾ ഇന്ത്യ അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ തുറന്നു പറച്ചിലല്ല, ഈ രഹസ്യം, ഇന്ത്യ മൂടിവെച്ച രഹസ്യം ഇപ്പോൾ ഇന്ത്യ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. എയർഫോഴ്സ് തലവന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ എയർക്രാഫ്റ്റുകൾ ഇന്ത്യ തകർത്തിട്ടുണ്ട്. അവരുടെ ഒരു നിരീക്ഷണ വിമാനം, ഒരു C-130 എന്ന് പറയുന്ന അവരുടെ കാർഗോ വിമാനം, അതിനു പുറമെ ഏതാണ്ട് 10ഓളം അവരുടെ ഫൈറ്റർ ജെറ്റുകൾ, അതിലെ JF-70 അടക്കമുള്ള ചൈനീസ് യുദ്ധവിമാനങ്ങളും അമേരിക്കൻ നിർമ്മിത F-165, F-60 യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതായത് പാകിസ്ഥാന്റെ രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്നല്ലേ. രാഹുൽ ഗാന്ധി രണ്ട് ചെവിയും തുറന്നു വെച്ചൊന്ന് കേട്ടോളൂ. ഇന്ത്യയുടേതല്ല പാകിസ്ഥാൻ തകർത്തത്, പാകിസ്ഥാന്റെ ഒന്നൊന്നര എണ്ണം ഇന്ത്യ അങ്ങ് തകർത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോ തീ ആളി കത്തുന്നുണ്ടാവുമല്ലോ അല്ലേ കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ നെഞ്ചിൽ. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. എന്ന് വെച്ചാൽ കനത്ത നാശനഷ്ടമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ വരുത്തി വച്ചത് എന്ന് വ്യക്തമാക്കുകയാണ്. ഇതിനു പുറമെ ഇന്ത്യ എന്തൊക്കെയാണ് പാകിസ്ഥാനിൽ ചെയ്തത് എന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ എയർ ഫീൽഡിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കമാൻഡ് സെന്ററുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തകർത്തിട്ടുണ്ട്. അവരുടെ റൺവേകൾ തകർത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തിനേറെ പറയുന്നു, അവരുടെ ഹാങ്ങറുകൾ വരെ തകർത്തിട്ടുണ്ട്. അപ്പോ എല്ലാ അർത്ഥത്തിലും അവർക്ക് വലിയ നാശനഷ്ടം ഇന്ത്യ ഉണ്ടാക്കി എന്നാണ് ഇന്ത്യയുടെ വെളിപ്പെടുത്തൽ. അപ്പൊ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂർ കാരണമാണല്ലോ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകുന്നതിന് തുടക്കമാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ വെടിനിർത്തൽ താൻ കാരണമാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ട്രംപ് വരുന്നു. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ത്യ അത് നിഷേധിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ആർക്കും കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ വേണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എസ് ജയശങ്കറും ഒക്കെ അമേരിക്ക സുഹൃത്ത് രാജ്യമാണ്, അമേരിക്ക വിളിച്ചിരുന്നു, അല്ലെങ്കിൽ അമേരിക്ക ഞങ്ങളുമായി സംസാരിച്ചിരുന്നു, ഞങ്ങളും ഒരു വലിയ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു രീതിയിൽ വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഇടപെടലിനെ ഇന്ത്യ ആദ്യമേ തന്നെ പൂർണ്ണമായും തടഞ്ഞു. കാരണം ഇന്ത്യക്കറിയാം എന്തിനാണ് അമേരിക്ക വരുന്നത്, എന്താണ് അമേരിക്കയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ അത് കൃത്യമായി മുളയിലെ നുള്ളി അങ്ങ് കളഞ്ഞത്. അങ്ങനെ ക്രെഡിറ്റ് എന്നതിനപ്പുറം എൻ്റെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷിതത്വം, എൻ്റെ രാജ്യത്തെ അടിച്ചാൽ ആ രാജ്യത്തിന്, അടിച്ച രാജ്യത്തിന് 8ന്റെ അല്ല 58ന്റെ പണി കൊടുക്കാൻ എനിക്കറിയാം. എൻ്റെ സൈന്യം അതിന് സജ്ജരാണ്, എന്നോടൊപ്പമുള്ള ഉദ്യോഗസ്ഥർ അതിന് സജ്ജമാണ്. എന്തിനേറെ പറയുന്നു, ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഞങ്ങളോടൊപ്പം, ഇന്ത്യൻ സർക്കാരിനോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ ഒരു നാടകവും ഞാൻ ഇന്ത്യ ഭരിക്കുമ്പോൾ വേണ്ട. അത് കോൺഗ്രസ് ഉള്ളപ്പോൾ കാണിച്ചാൽ മതി, ഇപ്പൊ വേണ്ട. ഇന്ത്യ തകർത്തതിന്റെ കൂട്ടത്തിൽ F-16 യുദ്ധവിമാനങ്ങളുണ്ട്, അവരുടെ കമാൻഡ് സെന്ററുകളുണ്ട്. ഈ പാകിസ്ഥാനിലെ പല ബേസുകളിലുമുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം നൂർഖാൻ എയർബേസ് ഒക്കെ അമേരിക്കയുടെ കൺട്രോളിലാണ്. അത് തകർത്തപ്പോഴാണ് പാകിസ്ഥാനെ വിളിച്ചിട്ട് നിർത്തണ നാറുകളെ, ഇനിയും തകർത്താൻ ഇന്ത്യയൊക്കെ രാജ്യം ഞാനൊരു രണബോംബിട്ട് അങ്ങ് തീർത്ത് കളയും, മര്യാദയ്ക്ക് നിർത്തിക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ വിരണ്ട് നിർത്തിയതെന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് മാത്രമല്ല അമേരിക്കയ്ക്കും കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. അതിനു പുറമെ F-16 എന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനമാണ്. അതായത് ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നായിട്ടാണ് അമേരിക്ക ഈ F-16 അവതരിപ്പിക്കുന്നത്. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെല്ലാം ഒരുപാട് എണ്ണം ഇത് വാങ്ങി കൂട്ടിയിട്ടുമുണ്ട്. അമേരിക്ക ഇപ്പോഴും ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ F-16 ആണ് ഇന്ത്യ ഡിഷു എന്ന് പറഞ്ഞ് തകർത്ത് തരിപ്പണമാക്കിയത്. അപ്പോ അങ്ങനത്തെ 5 യുദ്ധവിമാനമാണ് ഇന്ത്യ തകർത്തത്. അപ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അതായത് ഇതിന് വലിയ ഡിമാൻഡാണ്. ഈ F-16 എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധവിമാനത്തിന് വലിയ ഡിമാൻഡാണ് മറ്റ് അമേരിക്കയുമായി ബന്ധപ്പെട്ട സഖ്യ രാജ്യങ്ങളിൽ. അപ്പോൾ ഇന്ത്യ ഇതിനെ ഒറ്റ അടിക്ക് തകർത്തു, 5 എണ്ണം വരെ തകർത്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിന് ഡിമാൻഡ് കുറയുമല്ലോ, സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഇളകുമല്ലോ. അപ്പൊ കയ്യിലിരിക്കുന്ന എയർക്രാഫ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
തേജസ്, ഇന്ത്യയുടെ തേജസ്സിന് എന്തായാലും അവിടെ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന എയർക്രാഫ്റ്റുകൾ റഷ്യൻ നിർമ്മിത എയർക്രാഫ്റ്റുകളും ഫ്രാൻസിന്റെ എയർക്രാഫ്റ്റുകളും ഒക്കെയാണ്. ഇതുപയോഗിച്ചിട്ട് അമേരിക്കയുടെ എയർക്രാഫ്റ്റുകളെ തകർത്തു എന്ന് പറയുമ്പോൾ ടെക്നോളജിയിൽ അഗ്രഗണ്യന്മാർ ആരാണെന്ന് അവകാശപ്പെടുന്ന, തങ്ങളെ വെല്ലാൻ ലോകത്ത് ആരുമില്ല എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അത് അമേരിക്കൻ ആയുധങ്ങളും ഇന്ത്യൻ ആയുധങ്ങളും തമ്മിലുള്ള ഒരു ബലാബല പരീക്ഷണം കൂടിയായിട്ട് മാറും. അപ്പോ അങ്ങനെ കുറെ കാരണങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഒരുപക്ഷെ ഇന്ത്യ തകർത്ത അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ തന്നെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം പാകിസ്ഥാൻ ചെന്ന് കാലിൽ വീണപ്പോൾ ഉടനെ തന്നെ ട്രംപ് പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നതും. അതെന്തു തന്നെയാണെങ്കിലും പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് മുന്നോട്ട്, അതെന്തോ ആകട്ടെ, ഇന്ത്യ അമേരിക്ക റിലേഷനിൽ ഉണ്ടായിരുന്ന കല്ലുകടിക്ക് കാരണങ്ങളിൽ ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ്. ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടി തന്നെയാണ്. ഇന്ത്യ തിരിച്ചടി കൊടുത്തപ്പോൾ അവിടെ വേദനിച്ചത് പ്രസിഡന്റ് ട്രംപിനാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ ഇന്ത്യ കൊടുത്ത തിരിച്ചടി എങ്ങനെയൊക്കെയോ അമേരിക്കയെ കൂടി വേദനിപ്പിച്ചത് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ട്രംപിന്റെ അവകാശങ്ങളെ പൂർണ്ണമായിട്ടും ഇന്ത്യ തള്ളി പരസ്യമായി തന്നെ രംഗത്ത് വന്നതിന്റെ കാരണങ്ങളിലൊന്നും ഇതിൽ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് പലരും ചിന്തിക്കുന്നുമുണ്ട്. കാരണം അമേരിക്ക പല സ്ഥലങ്ങളിൽ അവരുടെ എയർബേസുകൾ, സൈനിക കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങളൊക്കെ അവരുടെ ആയുധങ്ങളൊക്കെ പല രാജ്യങ്ങൾക്ക് അവർ കൊടുത്തിട്ടുണ്ട്. കാരണം ആയുധ കച്ചവടമാണല്ലോ അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ വലിയൊരു നീക്കിവെക്കൽ എന്ന് പറയുന്നത്. അപ്പോ ഈ പാകിസ്ഥാനൊക്കെ അമേരിക്കയുടെ വിമാനങ്ങൾ അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകൾ, അമേരിക്കയുടെ ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ എന്നൊക്കെ പറയുന്ന ലോകത്ത് തന്നെ വലിയ പ്രചാരം നേടിയതാണ്. ചൈനയെ സംബന്ധിച്ച് എപ്പോഴും പറയുന്നത് ചൈന ചാത്തന്മാരെ കൊടുക്കുന്ന ഒരു രാജ്യം എന്നാണ്. പക്ഷെ അമേരിക്ക അങ്ങനെയല്ല. പക്ഷേ അമേരിക്കയുടേതിനെ പോലും തകർക്കാൻ കെൽപ്പുള്ള വീരശൂര പരാക്രമികളാണ് റഷ്യയിലും ഫ്രാൻസിലുമുള്ള ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ എന്നുള്ളത് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു. അത് ലോകത്തിന് ബോധ്യപ്പെടുമോ എന്നുള്ള വല്ലാത്ത ഭയം കയറിയപ്പോഴാണ് അമേരിക്ക വന്ന് പാകിസ്ഥാൻ, കാരണം ഇന്ത്യയോട് പറഞ്ഞിട്ട് കേൾക്കില്ല എന്ന് നന്നായിട്ട് അറിയാം. കാരണം പഴയ മൻമോഹൻ സിംഗ് സർക്കാർ അല്ല, സോണിയാഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോ തീർച്ചയായിട്ടും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, അജിത് ഡോവൽ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇവരൊക്കെ കൂടി ആലോചിക്കുമ്പോൾ ട്രംപ് വന്നിട്ട് ഇന്ത്യയുടെ അങ്ങോട്ട് വെടി നിർത്തിക്കോ, ഇനി ഇത് ആവർത്തിച്ചാൽ ഞങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാകുന്നു, അന്ന് പോടാപ്പ, അല്ലെങ്കിൽ നീ ആയിട്ടുള്ള ബന്ധം ഇവിടെ ആർക്ക് വേണം, നീ പോയ 100 എണ്ണത്തിനെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിവുണ്ട്, മറ്റു രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം ഞങ്ങൾ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ പേടിപ്പിച്ചാലൊന്നും ഭയപ്പെടാൻ ഞങ്ങൾക്ക് ഇവിടെ സമയവുമില്ല, അതുപോലെ കോൺഗ്രസ് നേതാക്കളോട് പോയി പറയാൻ ഞങ്ങളോട് പറയാൻ വരണ്ട എന്ന് കൃത്യമായി ഇന്ത്യ മറുപടി കൊടുത്തു. അപ്പോ സ്വാഭാവികമായിട്ടും അടി കിട്ടുന്നത് പാകിസ്ഥാനാണെങ്കിൽ കൊള്ളുന്നത് അമേരിക്കയ്ക്കാണ്. അതുകൊണ്ടാണ് അമേരിക്ക കൃത്യമായ ഒരു തീരുമാനം എടുത്തത്. അതോടെ അമേരിക്ക ഭയന്നു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ കണ്ട് പാകിസ്ഥാനെക്കാളും ഭയന്നത് അമേരിക്കയാണ് എന്നുള്ളതാണ്. അപ്പോ ഇന്ത്യ ഇപ്പൊ നമ്മളെക്കാൾ ഒരു ചെറിയ രാജ്യത്തെ പോലും ഇന്ത്യ വില കുറച്ച് കാണാറില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ ഇപ്പൊ മാലിദ്വീപ് പോലും എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് ഇന്ത്യ അടുത്ത് വന്നാൽ ഇന്ത്യയെ സഹായിക്കാൻ മുന്നിട്ടിറക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോ ഇന്ത്യ കൃത്യമായി ഇന്ത്യയുടെ രഹസ്യങ്ങൾ അങ്ങ് വിളിച്ചു പറഞ്ഞു. സത്യത്തിൽ പാകിസ്ഥാനും ട്രംപും ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയും ഞെട്ടിയെന്നാണ് പറയുന്നത്. കാരണം ഇത്രയൊക്കെ എങ്ങനെ ചെയ്തടേ, അവന്മാരെ ജീവനോടെ വച്ചത് തന്നെ ഭാഗ്യം എന്നാണ് ട്രംപും രാഹുൽ ഗാന്ധിയും ഒക്കെ ചിന്തിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ട്രംപിനെ പോട്ടെ, അത് പിന്നെ മൂളയില്ലാത്തൊരു മനുഷ്യരെന്ന് പറയാം, എന്തോ കാണിക്കട്ടെ, ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ രാഹുൽ ഗാന്ധി, ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്, വല്ലപ്പോഴും ഇന്ത്യ ഒന്ന് സ്നേഹിക്കും മോനെ, വല്ലപ്പോഴും, എപ്പോഴും വേണ്ട, എപ്പോഴെങ്കിലും ഒന്ന് സമയം കിട്ടുമ്പോൾ